അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ സുന്നികൾ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു പട്ടണത്തിൽ നിലകൊള്ളുന്ന ഒരു കണ്ണാശുപത്രിയിൽ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ രോഗികൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, ആ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിൽ പറയുകയാണ്, ഓപ്പറേഷന് ശേഷം വെള്ളമോ പൊടിമണ്ണോ ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും ഈ കാരണം കൊണ്ട് ഇസ്ലാം മത വിശ്വാസികൾ നമസ്കാരം ഒഴിവാക്കേണ്ടതില്ല. ചുമരിൽ 2 കൈകൊണ്ട് അടിച്ച് തയമ്മും ചെയ്ത് അംഗശുദ്ധി വരുത്തി റുക്കൂഇലും സുജൂദിലും അല്പം മാത്രം കുനിഞ്ഞ് ഇരുന്നു കൊണ്ട് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. ഇവിടെ തയമ്മും, വെള്ളം ഏതായാലും ഉപയോഗിക്കാൻ പറ്റൂല കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ. അപ്പൊ അതിന് പകരമായിട്ട് തയമ്മും ചെയ്യേണ്ടത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ നമ്മൾ കിതാബുകളിൽ പഠിക്കുന്ന തയമ്മും എന്ന് പറഞ്ഞാൽ അൻ യക്കൂന ബി തുറാബിൻ, അത് മണ്ണ് കൊണ്ടായിരിക്കലാണ്. എങ്ങനെയുള്ളതായ മണ്ണാണ്? ഫീഹി ഖുബാറുൻ, അതിൽ പൊടിയുണ്ട്, അങ്ങനെയുള്ളതായ മണ്ണ്. പിന്നെ എങ്ങനെയുള്ളതായ മണ്ണാണ്? ത്വാഹിരിൻ, ശുദ്ധിയുള്ളതായ മണ്ണ്. പിന്നെ എങ്ങനെയുള്ള മണ്ണാണ്? ഗൈരി മുസ്തഅമലിൻ ഫീ ഫർളിൻ ആഖറ, മറ്റൊരു ഫറലിൽ ഉപയോഗിക്കപ്പെടാത്ത, അതായത് മറ്റൊരു ഫറല് നിസ്കരിക്കുന്നതിന് ഈ ഉള്ള തയമ്മത്തിൽ ഉപയോഗിക്കപ്പെട്ട മണ്ണുകൊണ്ട് വീണ്ടും തയമ്മം ചെയ്ത് നിസ്കരിക്കാൻ പാടില്ല, അതിന് വേറെ മണ്ണ് വേണം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഉല്ലംഘിച്ചുകൊണ്ട് ചുമരിൽ 2 കൈകൊണ്ട് അടിച്ച് തയമ്മം ചെയ്ത് അംഗശുദ്ധി വരുത്തി നിസ്കരിക്കണം എന്നാണ് ഇതിൽ പറയണത്. ഇന്നേ വരെ അവിടെയുള്ള ഷാഫി മദ്ഹബുകാരും അവിടെയുള്ള സുന്നികൾ ആരും ഇതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. കാരണം സുന്നികൾക്ക് മനസ്സിലായി, ഈ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ ആളുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിട്ട് അങ്ങ് പൊത്തിയാൽ എങ്ങനെ ഉണ്ടാവൂത് അവർക്ക് മനസ്സിലായി. അപ്പൊ തയമ്മും എന്ന് പറയുന്ന വുളൂഇന് പകരമായിട്ടുള്ള ആ ഒരു അനുഷ്ഠാനത്തെ കാലികമായി മാനവികമായി വായിച്ചെടുക്കുന്നതിൽ സുന്നികൾ ഈ കാലത്തോടൊപ്പം സഞ്ചരിച്ചു. അവർ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ സി എൻ അഹമ്മദ് മൗലവി ആദ്യമായി ഇങ്ങനെ എഴുതിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് വച്ചാൽ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കാലത്തിന്റെ തേട്ടത്തിനനുസരിച്ച് വായിക്കുന്നതിൽ എല്ലാവരും വിജയിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ സമസ്തക്കാരാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാണെങ്കിലും ആരും അതിന് പിന്നിലല്ല. എല്ലാവരും അങ്ങനെ കാലഘട്ടം അനിവാര്യമാക്കുന്ന അത്തരത്തിലുള്ള ഒരു വിശകലന, നിരീക്ഷണ, ഗവേഷണ പാഠവും വളർത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. ഇത് മുസ്ലിങ്ങളിലെ അവാന്തര വിഭാഗങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസം ഉൾപ്പെടെയുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും അങ്ങനെ നാഗരികതയുടെ വികാസത്തിനും വളർച്ചയ്ക്കും മാറ്റങ്ങൾക്കും അനുസൃതമായി അതിനെ വായിക്കുകയും അതിനെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നതിൽ ചിന്താശേഷിയുള്ള, ചുറ്റുപാടുകൾക്ക് നേരെ കണ്ണും കാതും തുറന്നു വെച്ച, തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം അത് ചലനാത്മകമാണ്, അത് ജീവസുറ്റതാണ്, അത് പരിവർത്തനങ്ങൾക്ക് വിധേയമാണ്, ആയെങ്കിലേ കഴിയൂ, എങ്കിലാണ് മനുഷ്യരുടെ മാറി ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണല്ലോ, മനുഷ്യരുടെ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാകൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. അപ്പൊ തയമ്മും എന്ന് പറയുന്ന അനുഷ്ഠാനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആ പ്രദേശത്തെ സുന്നികൾ അത് പ്രായോഗിക തലത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് അങ്ങനെയൊന്നും തയമ്മം ചെയ്യാൻ പാടില്ല,
കണ്ണ് പോവുകയാണെങ്കിൽ அவங்க പൊയ്ക്കോട്ടെ. തയമ്മും അതിൻ്റെ ഷർത്തുകൾ മുത്തവഫിറാകുന്ന രീതിയിലാണ് ചെയ്യാൻ പാടുള്ളൂ. ഈ ആശുപത്രിക്കാരിങ്ങനെ എഴുതി വെച്ചത് അപലപനീയമാണ്. ഞങ്ങളുടെ സംഘടന ആശുപത്രിയിലേക്ക് ഇതാ മാർച്ച് നടത്തുന്നു എന്നൊന്നും അവർ പറഞ്ഞില്ലല്ലോ. പറയാനും പാടില്ല. അങ്ങനെ അതിനെ അംഗീകരിക്കാനുള്ള വിവേകം അവർ കാണിച്ചു. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളും അങ്ങനെ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പ്രത്യയശാസ്ത്രത്തെ, അവരുടെ കാഴ്ചപ്പാടുകളെ കാലികമായിട്ട് അങ്ങനെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ളതിനെ ഗുണകാംക്ഷയോടുകൂടി, വാത്സല്യത്തോടുകൂടി ഉൾക്കൊള്ളാൻ, വകവെച്ചു കൊടുക്കാൻ ഉള്ള മര്യാദ കാണിക്കുക എന്നുള്ളതാണ് EKAP സമസ്തകളും ആ സമസ്തകളിലെ ഷജറ, ഹജറ തുടങ്ങി സുഹാബി, നളന്ത എല്ലാ വിഭാഗക്കാരും മുജാഹിദ് 12 ഗ്രൂപ്പുകളും കാണിക്കേണ്ട ഔചിത്യബോധം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ RSSകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉപയോഗിക്കുന്ന അതേ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദികളും മതരാഷ്ട്രവാദികളുമാക്കി ചിത്രീകരിച്ച് അവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് RSSകാരുടെ, RSSനെ പ്രീണിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ, കമ്മ്യൂണിസത്തിൽ വെള്ളം ചേർത്ത കമ്മ്യൂണിസ്റ്റുകളുടെ ആ ആധിപത്യം ഇവിടെ പുലരുമ്പോൾ തങ്ങൾക്കും ഇവിടെ സുഖമായിട്ട് കഴിയാമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിത. അവരാണ് തീവ്രവാദികൾ, അവരാണ് കുഴപ്പക്കാര്, അവരാണ് മതരാഷ്ട്രവാദികൾ എന്ന് ഒറ്റിക്കൊടുത്താൽ തങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് റാഹത്തായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന മുജാഹിദുകളും അതുപോലെ സമസ്തക്കാരും, എല്ലാ മുജാഹിദുകളും എല്ലാ സമസ്തക്കാരും എല്ലാ ഈക്കക്കാരും എല്ലാ EAPക്കാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അത്തരത്തിലുള്ള പ്രവണത പ്രകടിപ്പിക്കുന്ന ആ കുടില മനസ്കരെ കുറിച്ച് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ പ്രതിപാദനം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല പ്രയുക്താക്കളായി രംഗത്ത് വന്ന ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമി ആകുന്നതിനുള്ള ആശയപരമായ പ്രചോദനം കിട്ടിയത് സുന്നികളുടെ കിതാബുകളിൽ നിന്നാണ്, ഈ സമസ്തക്കാരുടെ കിതാബുകളിൽ നിന്നാണ്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദറസ് നടത്തിയിരുന്ന മർഹൂം മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവ്വറല്ലാഹു മർക്കദുഹു, അദ്ദേഹത്തിന്റെ ദറസിൽ ഓതിയിരുന്നവരാണ് നമ്മുടെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാര്, അതുപോലെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര് റഹ്മഹുമുള്ള, അതുപോലെ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ സ്ഥാപകനായിരുന്ന ഹാജി സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് അലി സാഹിബ്, അതുപോലെ KC അബ്ദുള്ള മൗലവി, TK അബ്ദുള്ള മൗലവി, K മൊയ്ദ് മൗലവി, ഇവരെല്ലാവരും, MCC അബ്ദുറഹ്മാൻ മൗലവി, എല്ലാവരും ഇവർ ജമാഅത്തെ ഇസ്ലാമിക്കാരായി മാറിയ ഈ പറഞ്ഞ KC അബ്ദുള്ള മൗലവിയും TK അബ്ദുള്ള മൗലവിയും K മൊയ്ദ് മൗലവിയും ഒക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ദർസിൽ പഠിച്ച സുന്നികളുടെ കിതാബായ ഇപ്പോഴും 2 സമസ്തകളുടെയും സംസ്ഥാനക്കാരുടെയും ദക്ഷിണക്കാരുടെയും ഒക്കെ ദർസുകളിൽ പഠിപ്പിക്കുന്ന ശറഹുൽ അക്കായിദിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായിട്ട് ആക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയേ തീരൂ എന്ന് മനസ്സിലാക്കിയാണ് അവർ ജമാഅത്തെ ഇസ്ലാമി ആയത്. ഈ ശറഹുൽ അക്കായിദിൽ എന്താ പറഞ്ഞേക്കണമെന്നറിയോ? ഇപ്പോഴും സമസ്തക്കാരുടെ ദർസുകളിലും അറബി കോളേജുകളിലും പഠിപ്പിക്കുന്ന ഇതൊക്കെ പറയുമ്പോൾ ഈ ശറഹുൽ അക്കായിദിന്റെ മുസന്നിഫ് അല്ലെങ്കിൽ ഇമാം നസഫി അല്ലെങ്കിൽ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹിമ ഇവരൊക്കെ തെറ്റെഴുതി വെച്ചു എന്നോ ഇവരെന്തെങ്കിലും പാതകം ചെയ്തു എന്നൊന്നും അല്ലാട്ടോ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂമിനെ പറ്റി അല്ലെങ്കിൽ ഫത്തുഹുൽ മുഈനെ പറ്റി നമ്മൾ പറഞ്ഞതും ആ ഒരു വിധാനത്തിലാണ്. അവരെന്തെങ്കിലും തെറ്റെഴുതിയെന്നോ എഴുതാൻ പാടില്ലാത്തത് പറയാൻ പാടില്ലാത്തത് അവർ എഴുതി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നമ്മുടെ പാരമ്പര്യ സ്രോതസ്സുകളുടെ വിധാതാക്കളായ
ഇവര് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സമസ്തക്കാരും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാം കൊണ്ടു നടക്കുന്നത്. ഇന്ന് ഷറഹുൽ അഖായിദ്, അതായത് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഉൽപ്പാദിപ്പിച്ച ഈ ഷറഹുൽ അഖായിദ് ഇന്ന് ഞാൻ അറിഞ്ഞിടത്തോളം ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അറബി കോളേജുകളിൽ പഠിപ്പിക്കണില്ല. എന്നാൽ ഇവിടെ കുറെ ആളുകളെ ജമാഅത്തെ ഇസ്ലാമിയാക്കി മാറ്റിയ ഈ ഷറഹുൽ അഖായിദ് ഇപ്പോഴും നിർബാധം സമസ്തക്കാര് പഠിപ്പിക്കുന്നു അവരുടെ ദർസുകളിൽ, അറബി കോളേജുകളിൽ. എന്താണ് ഷറഹുൽ അഖായിദിൽ പറഞ്ഞത്? ഷറഹുൽ അഖായിദിൽ പറയുന്ന മതരാഷ്ട്രവാദം നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കുക. വൽ മുസ്ലിമൂന ലാ ബുദ്ദ ലഹും മിൻ ഇമാമിൻ വൽ മുസ്ലിമൂന ലാ ബുദ്ദ ലഹും മിൻ ഇമാമിൻ യഖൂമു ബിതൻഫീദി അഹ്കാമിഹിം വഇഖാമത്തി ഹുദൂദിഹിം വസദ്ദി സുഗൂരിഹിം വതജ്ഹീസ് ജുയൂശിഹിം വഅഖദി സദഖാതിഹിം വഖഹരിൽ മുത്തഖല്ലിബത്തി വൽ മുത്തലസ്സിസത്തി എന്ന് പറഞ്ഞ് ആ ഇബാറത്ത് അങ്ങനെ നീണ്ടുപോവാണ്. എന്താ പറയുന്നത്? വൽ മുസ്ലിമൂന, മുസ്ലിങ്ങളാകുന്നത് ലാ ബുദ്ദ ലഹും, അവർക്ക് കൂടാതെ കഴിയുകയില്ല, മിൻ ഇമാമിൻ, ഒരു ഇമാമ്. ആ ഇമാം എന്താ ചെയ്യേണ്ടത്? യഖൂമു ബിതൻഫീദി അഹ്കാമിഹിം, അവരുടെ വിധികളെ അദ്ദേഹം നടപ്പിലാക്കണം. വഇഖാമത്തി ഹുദൂദിഹിം, അവരുടെ ശിക്ഷാ നടപടികളെ, അവരുടെ ഹദ്ദുകളെ, ക്രിമിനൽ ശിക്ഷാ നടപടികളെ ആ ഇമാമ് വേണം നടപ്പിലാക്കാൻ. വസദ്ദി സുഹൂരിഹിം, ആ മുസ്ലിങ്ങളുടെ രാഷ്ട്രത്തിന്റെ അതിരുകളെ കാത്തു സൂക്ഷിക്കേണ്ടത്, ശത്രുക്കളിൽ നിന്ന് കാത്തു സൂക്ഷിക്കേണ്ടത് ഈ ഇമാമാണ്. വതജ്ഹീസ് ജുയൂശിഹിം, ആ മുസ്ലിങ്ങളുടെ പട്ടാളങ്ങളെ, സൈന്യങ്ങളെ തയ്യാറാക്കി അയക്കേണ്ടത്, ഒരുക്കി നിർത്തേണ്ടത് ഈ ഇമാമാണ്. വഅഖദി സദഖാതിഹിം, അവരുടെ സക്കാത്തുകൾ പിടിച്ചെടുക്കേണ്ടതും. വഖഹരിൽ മുത്തഖല്ലിബത്തി, അക്രമകാരികളെ അമർച്ച ചെയ്യേണ്ടതും. വൽ മുത്തലസ്സിസത്തി, മോഷണം നടത്തുന്ന ആളുകളെ അമർച്ച ചെയ്യേണ്ടതും. വഖുത്വാഇ ത്വരീഖി, വഴികളിൽ പതിയിരുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന സാമൂഹ്യ ദ്രോഹികളെ അമർച്ച ചെയ്യേണ്ടതും എല്ലാം ഈ ഇമാമാണ്. വഇഖാമത്തിൽ ജുമഈ, കൂട്ടത്തിൽ മതകാര്യങ്ങളും പറയുന്നുണ്ട്. വഇഖാമത്തിൽ ജുമഈ, ജുമഅ നിലനിർത്തേണ്ടതും. വൽ അയ്യാദി, പെരുന്നാളുകളും. വഖത്ഇൽ മുനാസഅത്തിൽ വാഖിയത്തി ബൈനൽ ഇബാദി, മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്ന വഴക്കുകൾ പറഞ്ഞ് പരിഹരിക്കുക എന്നുള്ള ജുഡീഷ്യൽ കാര്യങ്ങളും ആ ഇമാമ് വേണം നിർവഹിക്കാൻ. വഖബൂലി ഷഹാദാത്തിൽ ഖായിമത്തി അലൽ ഹുഖൂഖി, മനുഷ്യരുടെ അവകാശങ്ങളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളെ സ്വീകരിക്കേണ്ടതും ആ ഇമാമാണ്. വതസ്വീജ് സിഗാരി വസ്സഗായിരി, അതുപോലെ ലാ ഔലിയാ, രക്ഷകർത്താക്കളില്ലാത്ത, വലിക്കാരില്ലാത്ത ചെറിയ കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്. വഖിസ്മത്തിൽ ഖനാഇമി, യുദ്ധാർജിത സമ്പത്ത് ഓഹരി വെച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ മിനൽ ഉമൂരില്ലത്തി ലാ യതവല്ലാഹ അഹാദുൽ ഉമ്മത്തി, സമൂഹത്തിലെ വ്യക്തികൾക്ക് നിർവഹിക്കാൻ കഴിയാത്ത രാഷ്ട്ര നിർവഹണ സംബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഇമാമ് മുസ്ലിങ്ങൾക്കുണ്ടാകൽ കൂടാതെ കഴിയൂല, മുസ്ലിങ്ങൾക്ക് അതുണ്ടായിരിക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞ ഈ മതരാഷ്ട്രവാദം ഈ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തക്കാരുടെ കിതാബിൽ പഠിച്ചിട്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ കേരളത്തില് ജമാഅത്തെ ഇസ്ലാമിയുടെ ഘടകം ഉണ്ടാക്കിയത്. അഖിലേന്ത്യാ തലത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായത്. പിന്നെ മൗദൂദി സാഹിബിന് വാഴക്കാട് വന്ന് കിതാബ് ഓതാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരിമിതി മാത്രമേ ആ കാര്യത്തിലുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ആത്മീയ ഇമാമിനെ പറ്റി മാത്രമല്ല, ഇതില് ആത്മീയമായ സാധനകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഒരു രാഷ്ട്രം നിർവഹിക്കേണ്ട കാര്യങ്ങളാ. പട്ടാളത്തെ തയ്യാറാക്കുക, അതിർത്തികൾ കാത്തു സൂക്ഷിക്കുക, അക്രമകാരികളെ അമർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള ക്രമസമാധാന വാഴ്ച ഉൾപ്പെടെയുള്ള, ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഭരണാധികാരി മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് നോക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർക്ക് മനസ്സിലായി അത് നമുക്ക് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കണം. അപ്പോ മതരാഷ്ട്രവാദത്തിന്റെ പേരിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുവാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഈ കിതാബാ. ഈ കിതാബ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും സമസ്തക്കാര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഉമർ ഫൈസി മുക്കത്തിന്റെ ആൾക്കാർ ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
ഈ കിതാബ് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ജമാഅത്ത് ഇസ്ലാമി ആയത്. അപ്പോ അവരെ ജമാഅത്ത് ഇസ്ലാമി ആക്കിയ ഈ ആശയ സ്രോതസ്സല്ലേ നമ്മൾ ആദ്യമായിട്ട് ഇതിലെ ഏറ്റവും വലിയ കുറ്റവാളിയായിട്ട് കാണേണ്ടത്. നഊദു ബില്ലാഹ്. അപ്പൊ അങ്ങനെയല്ല, കല്ല, കാര്യം അങ്ങനെയല്ല. ഈ പറഞ്ഞതെല്ലാം ഇത്തരത്തിലുള്ള ഒരു വിഭാവന ഒരു മുസ്ലിമിന് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വ്യവസ്ഥിതിയുടെ, ഞാൻ ഒരു സാമൂഹ്യ ഘടനയുടെ ഭാഗമാണ്. അതായത് ഏതൊരു വ്യവസ്ഥിതിയാണോ ആത്യന്തികമായി ഒരു വിശ്വാസി സ്വപ്നം കാണുന്നത്, ആ വ്യവസ്ഥിതി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ വ്യവസ്ഥിതിയിലെ പൗരന്മാർ, വ്യക്തികൾ എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കണം ആ വ്യവസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യവസ്ഥിതിയെ സ്വപ്നം കാണുന്ന ഒരു സാധാരണ പൗരൻ, ഒരു സത്യവിശ്വാസി എന്നുള്ളതാണ് ഇതിന്റെ ആകത്തുക. അതല്ലാതെ ഇന്നിപ്പോ എല്ലാ വിഭാഗക്കാരെ പോലെയും ഇന്ന് മനുഷ്യര് അവരുടെ ജനാധിപത്യ സങ്കല്പങ്ങൾ ഒരുപാട് വികാസം പ്രാപിച്ചിട്ടുണ്ട്. അവരുടെ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾക്ക് സമൂർത്തമായ രൂപം വന്നിട്ടുണ്ട്. അവര് കാര്യങ്ങളെ മതേതരമായിട്ടാണ്, ബഹുസ്വരമായിട്ടാണ് വായിക്കുന്നത്. അത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരും അങ്ങനെ തന്നെയാണ്. ഈ കിതാബ് ഇപ്പോഴും ഓദിക്കുന്ന, പഠിപ്പിക്കുന്ന സമസ്തക്കാരും അങ്ങനെ തന്നെയാണ്. മുജാഹിദുകളും അങ്ങനെ തന്നെയാണ്. തൗഹീദിനെ പറ്റി പറയുന്ന കിതാബു തൗഹീദ് എന്നൊക്കെ പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, മുജാഹിദുകളുടെ നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതിയിട്ടുള്ള പുസ്തകത്തിലും ദീൻ നിലനിൽക്കുന്നത് ഇഖാമത്തു ദൗല, രാഷ്ട്ര സംസ്ഥാപനത്തിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണ് എങ്കിൽ, അവര് തീവ്രവാദികളാണ് എങ്കിൽ, അവരെ സൃഷ്ടിച്ച ഈ ആശയ സ്രോതസ്സുകൾ കൊണ്ടു നടക്കുന്ന സമസ്തക്കാരെ നിങ്ങളും അങ്ങനത്തെ മതരാഷ്ട്രവാദികൾ തന്നെയാണ്. അല്ലയോ മുജാഹിദുകളെ, നിങ്ങളും അങ്ങനെ തന്നെയാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ചുള്ള വിഷമം എന്താന്ന് വെച്ചാല്, ഈ മാമ്പറക്കുന്നിന്ന് ഇവിടെ ഇടയ്ക്ക് മേടിക്കാൻ വേണ്ടി വരുന്നൊരു പുപ്പുണ്ട്. ആ പുപ്പാനോട് ചോദിച്ചു, പുപ്പ ഇന്ന് വല്ലതുമൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പൊ ആ പുപ്പ പറഞ്ഞു, ആ പള്ളിക്കര വന്ന് എല്ലാം മേടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ട് എനിക്കൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. അതായത് ഈ മാമ്പറേന്ന് വന്ന പുപ്പാടെ വിചാരം പള്ളിക്കരേന്ന് വന്ന പുപ്പയൊക്കെ മേടിച്ചുകൊണ്ട് പോയത് കൊണ്ട് തനിക്ക് കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞ പോലെ മുജാഹിദുകൾ വിചാരിക്കരുത്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് മുജാഹിദുകളെ നിങ്ങളുടെ ഇടം നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ നിങ്ങൾ നടത്തുക, രാഷ്ട്രീയമായ ഭാഗധേയത്വം നിങ്ങൾ നിർവഹിക്കുക. ഇവിടെ എല്ലാവർക്കും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് കടന്നു വരാനും പ്രവർത്തിക്കാനുള്ള ഇടമുണ്ട്, അവസരമുണ്ട്. നമ്മുടെ ഭരണഘടന അതിന് അനുവാദം നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാലോ. ഇപ്പൊ AP സുന്നികള് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി രാഷ്ട്രീയത്തിലേക്ക് ഇപ്പൊ പ്രവേശിക്കുമെന്ന് ഒരു പ്രതീതി ഉളവാക്കിയിരുന്നു. പക്ഷെ ഇപ്പോഴും അവര് വിശ്വാസമുള്ള ആള് കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങാൻ നെയ്യത്ത് വെക്കും പോലെ നെയ്യത്ത് വെച്ചുകൊണ്ട് കടന്നിട്ടില്ല രാഷ്ട്രീയത്തിലേക്ക്. അതുപോലെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ കാണിക്കുമ്പോൾ മുജാഹിദുകൾ വന്നിട്ടും മാമ്പറക്കുന്നിലെ പുപ്പാടെ അവസ്ഥയിലാണ്. അതുപോലെ ഒരു മീൻകാരൻ, പുതിയതായിട്ടൊരു മീൻകാരൻ സൈക്കിളിൽ മീൻ വിൽക്കാൻ വേണ്ടി ഒരു വഴിക്കൂടെ വന്നാൽ അവിടെ സ്ഥിരം മീൻ വിൽക്കുന്ന അയാൾ അതിനെ തടയാൻ ശ്രമിക്കും. അപ്പൊ എന്നതുപോലെയുള്ള കൊതിക്കെറിവ്, അതുപോലെയുള്ള അസൂയ, അതുപോലെയുള്ള കുശുമ്പൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ജീവിക്കാം. സമസ്തക്കാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും SDPIക്കാർക്കും മുസ്ലിം ലീഗുകാർക്കും സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇവിടെ ഒരുമിച്ച് ജീവിക്കാം. ഇനി അതെല്ലാം മരിക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. അതല്ലാതെ നമ്മളിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ മതരാഷ്ട്രവാദികളും ഭീകരവാദികളും തീവ്രവാദികളുമാക്കി RSSന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് നല്ല വെള്ള ചമഞ്ഞ് ആ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ മാത്രം നല്ല പിള്ളകളായിട്ട് ഇവിടെ ജീവിക്കും എന്ന് വിചാരിക്കുന്നത് വളരെ മൗഢ്യമാണ്. അങ്ങനെയാണ് എങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും കൂടി അല്ലയോ സമസ്തക്കാരെ
മുജാഹിദുകളെ നിങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ മതരാഷ്ട്രവാദമാണ്, തീവ്രവാദപരമാണ്, വളരെ അസഹിഷ്ണുതാപരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവും ഇല്ല എന്നാണ്. 33 ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഇത് സഹിക്കാൻ പറ്റുമോ? അപ്പൊ അവരുടെ ആ സഹികേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമസ്തക്കാരും മുജാഹിദുകളും അള്ളാഹും കൂട്ടത്തിലൊരു ഇലാഹാണേ, അല്ലാണ്ട് അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹും ഇല്ല എന്ന തീവ്രവാദപരമായിട്ടുള്ള പറച്ചില് ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു നിലപാടെടുക്കാൻ സമസ്തക്കാരെ, മുജാഹിദുകളെ നിങ്ങളെ കൊണ്ട് കഴിയൂലല്ലോ. അള്ളാഹു അക്ബർ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്നാണ്. അപ്പൊ ഇത് കേൾക്കുന്ന മറ്റു മതസ്ഥർക്ക് തോന്നൂലേ മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹ്, എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷിതാവാണ്, മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല ഈ പറയണതെന്ന് പറഞ്ഞാലും അവർ അള്ളാഹ് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ദൈവം എന്നല്ല വിചാരിക്കുന്നത്. അപ്പം അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് തീവ്രവാദപരമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അങ്ങനെ പറയുന്നു. എന്നാ പിന്നെ സമസ്തക്കാരും മുജാഹിദുകളും ആ അള്ളാഹു അക്ബർ എന്നുള്ള മുദ്രാവാക്യം മാറ്റിയിട്ട് അള്ളാഹു കബീറുൻ എന്നാക്കാൻ തയ്യാറാണോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും SDPIക്കാർക്കും മുസ്ലിം ലീഗുകാർക്കും സമസ്തക്കാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും എല്ലാവർക്കും ഒരുമിച്ച് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ഈ ശറഹുൽ അഖായിദ് പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നോക്കാം. മനസ്സിലായില്ലേ? അതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെയും RSSകാരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഈ സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ലോകത്തിന്റെ മുമ്പിൽ കരതലാമലകം പോലെ വളരെ തുറന്നു കിടക്കുകയാണ്. ആർക്കും ഇന്നത് മറച്ചു വെക്കാൻ കഴിയില്ല. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യത്തിനനുസരിച്ച്, മതേതരത്വത്തിനനുസരിച്ച്, ബഹുസ്വരതയ്ക്കനുസരിച്ച്, മാനവികതയുടെ തേട്ടത്തിനനുസരിച്ച് ഇത്തരം എല്ലാ സങ്കല്പങ്ങളെയും പുനരാഖ്യാനം ചെയ്തുകൊണ്ട്, പുനർവ്യാഖ്യാനിച്ചുകൊണ്ട്, അവയെ ആവിഷ്കരിച്ചുകൊണ്ട് നിലവിലുള്ള നമ്മുടെ ലോകക്രമവുമായി ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതിയുമായി ഒക്കെ പൊരുത്തപ്പെട്ടു പോകാൻ എല്ലാവരും ഇപ്പോൾ പാകപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്കത് കഴിയുന്നില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരോടോ അല്ലെങ്കിൽ SDPIക്കാരോടോ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നല്ല വെള്ള ചമയാൻ ശ്രമിച്ചാൽ ഈ ആരോപകരായ നിങ്ങളെ ഈ ആരോപണങ്ങളെല്ലാം തിരിഞ്ഞു കുത്തും. നേരത്തെയൊക്കെ കുറച്ച് ഇത്തരം കലാപരിപാടികളൊക്കെ വിജയിക്കുമായിരുന്നു. INL ഉണ്ടാവുമ്പോൾ പറയും അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാം. എന്ത് വന്നാലും അതിന്റെ ദുബറിൽ നോക്കലാണ്, പിന്നിലാരാ നോക്കുക. INLന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. PDP വന്നപ്പോഴും പറഞ്ഞു PDPയുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. NDF വന്നപ്പോഴും പറഞ്ഞു അതിന്റെ ദുബറിൽ ജമാഅത്തെ ഇസ്ലാമി. പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. നമ്മൾ എന്തിനാ ഇല്ലാത്തൊക്കെ പറയണത്? ഉള്ളത് മാത്രം പറഞ്ഞ പോരെ. അപ്പൊ അതുകൊണ്ട് നമ്മള് നാട്ടുകാരെ, പൊന്നു നാട്ടുകാരെ, ഈ മുനീറാന്റെ വാക്കൊന്നും കേൾക്കരുതേ എന്ന് നമ്മുടെ ഒരു നാടൻ മാപ്പിളപ്പാട്ടിൽ പറയുന്നുണ്ട്. അത് അവസാനമായിട്ട് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.